തീപിടിക്കാത്ത ഇന്ത്യയിലെ ആദ്യ വോൾവോ ബസ് വൈദികൻ വെഞ്ചരിച്ചു. മന്ത്രി KB ഗണേഷ് കുമാർ വാഹനമോടിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പൊടിപ്പാറ ദേവാലയ വികാരി ഫാദർ സോണി മുണ്ടുനടക്കലാണ് ഈ ബസ് വെഞ്ചരിച്ചത്. സ്വീഡൻ ടെക്നോളജി അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഈ ബസ് തീപിടിക്കാനുള്ള സാധ്യത തീരെയില്ലെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. തീപിടിച്ചാലുടൻ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാൻസ് സിസ്റ്റം എന്ന ഫയർ ഫൈറ്റിംഗ് സംവിധാനത്തിലൂടെ തീ അണയും. ഏറെ സവിശേഷതകളുള്ള ഈ ബസ് വെഞ്ചരിക്കാനും പ്രാർത്ഥിക്കാനുമിടയായത് ദൈവാനുഗ്രഹമാണെന്ന് ഇടവക വികാരി ഫാദർ സോണി പറയുന്നു. വാഹന ഉടമ വളരെ ക്ലേശകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. ആ കാലങ്ങളിലെല്ലാം പ്രാർത്ഥനയിലൂടെ അദ്ദേഹം നേടിയെടുത്ത കരുത്താണ് ഈ സംരംഭത്തിലേക്ക് നയിച്ചത്. താൻ ഏറെ സ്നേഹിക്കുന്ന വൈദികനാണ് സോണിയച്ചൻ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സോണിയച്ചൻ. സാധാരണ അച്ഛന്മാര് MLA എന്നൊക്കെ എല്ലാം വിളിക്കത്തുള്ളൂ, പക്ഷെ എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന കണ്ട കാലം മുതൽ എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന ഒരേ ഒരു വൈദികരെ ഈ ലോകത്തുള്ളൂ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സോണിയച്ചൻ. പരിചയപ്പെടുമ്പോഴേ രാജേഷ് പറഞ്ഞ സോണിയച്ചൻ്റെ ആളാണ്. അപ്പം ഞാൻ ശരി എന്നാണ്. എങ്കിലും ഇതൊരു നല്ല മുഹൂർത്തമാണ്. നമ്മളിപ്പോൾ ഈയിടെയായി നമ്മൾ മാധ്യമങ്ങൾ കാണുന്ന വാഹനങ്ങൾ ഓടുമ്പോൾ തീ പിടിക്കുന്നു എന്ന വിഷയം. നമ്മുടെ പഴയ വാഹനങ്ങൾ പലതും ഇപ്പോൾ ശബരിമലയ്ക്ക് ഓടിയ KSRTC ബസ്സിന് 2 ബസ്സിന് തീ പിടിച്ചു. പെട്ടെന്ന് അണയ്ക്കാൻ കഴിഞ്ഞത് നമുക്ക് വളരെ ഉപകാരമായി. പക്ഷേ ഇവിടെ പുതിയ വോൾവോ ബസ്സിനകത്ത് ഫാബ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഇതിനകത്ത് ഘടിപ്പിച്ചാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് അലാം ചെയ്യുന്നതോടൊപ്പം അത് അണയ്ക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് രാജേഷ് എനിക്ക് പറഞ്ഞാൽ. വിശദമായി അതിലേക്ക് കടന്നില്ല. വളരെ നല്ല അപകടരഹിതമായ ഒരു യാത്രയ്ക്ക് വളരെ നല്ലതാണ്. നമ്മളെ സംബന്ധിച്ച് ടൂറിസം രംഗത്തൊരു വലിയ വളർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞിരിക്കുന്നത്. സ്വന്തം ജ്യേഷ്ഠനെ പോലെ കാണുന്ന വ്യക്തിയാണ് സോണിയച്ചനെന്നും അതുകൊണ്ടാണ് വാഹനം വെഞ്ചരിക്കാനും പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടാനുമായി പൊടിപ്പാറ ദേവാലയത്തിലെത്തിയതെന്നുമാണ് വാഹന ഉടമ VM രാജേഷ് പറഞ്ഞത്. ഏതായാലും ദൈവാനുഗ്രഹം തേടി വാഹന ഉടമയും മന്ത്രിയും എത്തിയത് നാട്ടുകാർക്കേറെ ഹൃദ്യമായ ഒരു അനുഭവമായി മാറി.